ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഇർഫാന. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ ഇൻട്രോ വീഡിയോയും അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗും കൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ ഞാനും ഹസ്ബൻഡും 2 വയസ്സിലൊരു മോളുമാണുള്ളത്. ഞങ്ങൾ ഷാർജ അബുഷാറയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 11 o'clock ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഒരു 1 o'clock ആകുമ്പോൾ നമ്മൾ അലൈൻ സൂവിലെത്തി. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 2 hourലൊക്കെ എത്തും. അതിനുശേഷം കാറ് പാർക്ക് ചെയ്യാൻ പോയ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കുകയാണ്, നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല ആഫ്റ്റർനൂൺ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. മോൾക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. കാറ് പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ മെയിൻ എൻട്രൻസിലേക്ക്. നമ്മുടെ മെയിൻ എൻട്രൻസിൽ തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനും നമുക്ക് ക്യാപ്പ്, കുട്ടികളുടെ ടോയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്യാപ്പൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണ്. അതിൻ്റെ പ്രൈസ് നമുക്ക് അത്രയധികം അഫോർഡബിൾ അല്ല, ബട്ട് എങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ്. സാധാരണ ഈ സമ്മർ ടൈമിലൊന്നും ഇവിടെ ഈ സമയത്തൊന്നും വിസിറ്റേഴ്സ് അധികമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ആ ടൈമിലും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഏരിയ അവിടെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. അലൈൻ സൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം ആനിമൽസ് ഒന്നും അവിടെ ഇല്ല, ഒരുപാട് ആനിമൽസ് ഒന്നും ഇല്ല. ബട്ട് നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വലിയ വലിയ അനിമൽസിനൊക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വളരെ വൈബ് ചെയ്ത് ചില്ല് ചെയ്ത് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പിന്നെ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലഞ്ച് കഴിക്കാനായിട്ട് അധികം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ വാങ്ങി കഴിച്ച് മോൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അവൾ ഹാപ്പി ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടന്നു കേട്ടോ. കുറച്ച് ദൂരമൊക്കെ നടന്നതിന് ശേഷം നമുക്കവിടെ ഒരുപാട് ഏരിയ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അത്രയും ഏരിയ കവർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ അവിടുത്തെ വലിയൊരു ഫെസിലിറ്റിയാണ് ഫ്രീ ബസ് സർവീസ് എന്ന് പറയുന്നത്. ഇത് അവിടുത്തെ ഒരു ബസ് സർവീസ് ഫെസിലിറ്റി ആണ് കേട്ടോ. നമ്മൾ തന്നെ ഒരു സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് വേറൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ഒരു ഏരിയയിൽ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആനിമൽസിനെ നമുക്ക് കാണാനും ഒക്കെ പറ്റും. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ നടന്ന് കാണാം കേട്ടോ. നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നടന്ന് കാണാം. പക്ഷെ ഇത് നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടുള്ള നമ്മുടെ വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് ആനിമൽസ് നമുക്ക് ബസ്സിൽ ഇരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടന്ന് കുറച്ച് ആനിമൽസിനൊക്കെ കണ്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറിയത്. സോ ഞങ്ങൾ തിരിച്ച് കയറി നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുകയാണ് ഉണ്ടായത്. ഞാനൊരു 2014 കേട്ടോ ഫസ്റ്റ് അലൈൻ സൂ വരുന്നത്. അന്ന് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാനും ഉമ്മയും ഞങ്ങളെ എൻ്റെ സിബ്ലിങ്സൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്. സോ അന്ന് വന്നതിനേക്കാൾ ഒരുപാട് ചേഞ്ചസ് ഇന്നുണ്ട്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 5 years ആയി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട്, പിന്നെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൂടെ. അവർ വിസിറ്റിങ്ങിൽ വന്നതാണ്. ഉപ്പ ഇവിടെ തന്നെ ഉള്ള ആളാണ്. ഉമ്മ 2 to 3 days കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. സോ അവരായിട്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങിയത്. നമുക്കവിടെ മങ്കീസിൻ്റെ സ്പീഷീസിൽ പെട്ട ഒരുപാട് ആനിമൽസ് നമുക്ക് കാണാൻ പറ്റി. ഗോറില്ല, ചിമ്പാൻസി. നമ്മൾ പോകുന്ന ടൈമിൽ ഒരു റെസ്റ്റ് എടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വിസിറ്റേഴ്സിനൊക്കെ കണ്ടപ്പോൾ അവർ ആക്റ്റീവായി പുറത്തേക്ക് വന്ന് നമുക്കത് കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവൾ ആദ്യമൊക്കെ കുറച്ച് പേടിച്ചിരുന്നെങ്കിലും പിന്നീട് അവളും ഭയങ്കര ഹാപ്പി ആയിട്ട്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് പോയി കേട്ടോ. ബൈ.